നമസ്കാരം. 2026 വിഷു വെറുമൊരു പുതുവർഷ ആരംഭമല്ല, മറിച്ച് ഞാനീ പറയുന്ന 11 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മഹാഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും കടബാധ്യതകളും പടിയിറങ്ങുന്നു. ഇനി വരുന്നത് കോടീശ്വര യോഗത്തിൻ്റെ നാളുകൾ തന്നെയാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അത്തരമൊരു വലിയ ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്. 2026 വിഷു ഈ 11 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സർവൈശ്വര്യമാണ്. ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു. വലിയ നിലയിൽ ജീവിക്കാനുള്ള ഒരു വലിയ യോഗം ഇവർക്ക് വന്നു ചേരുന്നു. കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്ര ജാതകർക്ക്, ഈ 11 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇവർക്ക് മാത്രമല്ല, ഇവരോടൊപ്പമുള്ളവർക്കും ഈ ഒരു ഭാഗ്യം വന്നു ചേരും. നമ്മളിൽ പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ, ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ചില ഭാഗ്യം നമ്മളെ വാനോളം ഉയർത്തും. ചില വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, വളരെ ദാരിദ്ര്യമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, സങ്കടങ്ങളായിരിക്കും. എന്നാൽ പെട്ടെന്നായിരിക്കും ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു വലിയ സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു രാജയോഗത്തോടു കൂടി ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരുന്നത്. ഞാനീ പറയുന്ന 11 നക്ഷത്ര ജാതകർക്ക് അത്തരമൊരു ഭാഗ്യമുണ്ട്. അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, നല്ലൊരു ജോലി കിട്ടാനുള്ള യോഗമുണ്ട്, വീട് വസ്തുവകകൾ വാങ്ങാനുള്ള യോഗമുണ്ട്, മക്കൾക്ക് വിദേശവാസത്തിനുള്ള യോഗമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ മേൽ ഇനി വന്നു ചേരും. സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ 11 നക്ഷത്ര ജാതകർക്കും ഈ വിഷുവോടുകൂടി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നത് അതിശയം തന്നെയാണ്. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ ലൈക്ക് കാണുന്നുണ്ട്, നിങ്ങൾ എഴുതുന്ന കമൻറ്റും കാണുന്നുണ്ട്. ഞാനത് എഴുതിയെടുക്കുന്നുമുണ്ട്. അത് പൂജയിൽ പങ്കെടുപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുഃഖ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറി നിങ്ങൾക്ക് അതിസമ്പന്നതയിൽ എത്തിച്ചേരാൻ ഞാൻ പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നമുക്ക് ആ ഭാഗ്യമുള്ള 9 നക്ഷത്ര ജാതകരെ ഓരോരുത്തരായി അറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഭാഗ്യമാണ്, നേട്ടമാണ്. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയുമായ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പ്രത്യേക പൂജ ചെയ്യും വിഷുവിൻ്റെ അന്ന്. ഇത് ഞാൻ എഴുതിയെടുക്കും. എഴുതിയെടുത്തതിന് ശേഷം വിഷുവിൻ്റെ അന്ന് ഒരു പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. വിഷുവിൻ്റെ അന്ന് വ്രതശുദ്ധിയോടെ ക്ഷേത്രദർശനം നടത്തണം. ഞാനീ പറയുന്ന 11 നക്ഷത്ര ജാതകരും തലേ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതെ വിഷുവിൻ്റെ അന്ന് ക്ഷേത്രദർശനം നടത്തി അവിടെ ഒരു അർച്ചനയെങ്കിലും നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി സർവൈശ്വര്യത്തിൻ്റെ ഒരു വർഷക്കാലത്തിലേക്ക് നിങ്ങൾ കടക്കും. പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊട്ടാരത്തിൽ വലിയൊരു വീട് വെച്ച്, അല്ലെങ്കിൽ വലിയൊരു ജോലി മേടിച്ച്, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നല്ല നിലയിൽ
എത്തിച്ചേർന്ന് ഒരു കുബേര യോഗത്തോടു കൂടി ജീവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ആ ആദ്യത്തെ 3 നക്ഷത്രജാതകരെന്ന് പറയുന്നത് മീനരാശിക്കാർ തന്നെയാണ്. മീനരാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും സകല സങ്കടങ്ങളും മാറാൻ പോകുന്നു. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. മീനരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് യാതനകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തോന്നിപ്പോകും, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന്. ഒരുപാട് യാതനകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് മീനരാശിക്കാർ. ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ പ്രശ്നമല്ല. കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളാണ് ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ജ്യോത്സ്യന്മാരെ പോയി കാണാറുണ്ട്. അവർ പറയുന്ന ഉപദേശപ്രകാരം ക്ഷേത്രദർശനം നടത്താറുണ്ട്. ആദ്യമൊക്കെ ഒരു മാറ്റം വരും, പിന്നീട് കാര്യങ്ങളൊക്കെ തദൈവ. ആദ്യത്തെ മാറ്റം കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ പുരോഗതിയൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ഇവർ കാലങ്ങളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു അനുഗ്രഹം വന്നു ചേരാൻ പോവുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാലം തന്നെയായിരിക്കും ഇനി. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി അന്വേഷിച്ചോളൂ. ഇത് മീനരാശിക്കാരുടെ സുവർണ കാലഘട്ടമാണ്. ഞാൻ പറയും ഇതിന് കോടീശ്വര യോഗമെന്ന്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നല്ല നാളുകളിലേക്കാണ് ഇവർ എത്തുന്നത്. മീനരാശിക്കാർക്ക് ഈ വരുന്ന ഏതാനും ദിവസങ്ങൾക്കകം ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഏഴരാണ്ട ശനിയുടെ കാലഘട്ടമൊക്കെ ആയിരുന്നു, എന്നാൽ അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഇവരെത്തും. മനക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ മാറുകയാണ്. ഇനി സമ്പന്നതയിലെത്താൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ മീനരാശിക്കാരെത്തും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, നേട്ടത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി എത്തിച്ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനാഭിവൃദ്ധിയാണ്. അലങ്കാര വസ്തുക്കളുടെയും ആഡംബര വസ്തുക്കളുടെയും ലാഭമാണ് നിങ്ങളിൽ കാണുന്നത്. അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, കുടുംബസൗഖ്യം എന്നിവ നിങ്ങൾക്ക് ഫലമായി കാണുന്നു. ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് മീനരാശിക്കാരുടെ കണ്ടകശനിക്കാലം കൂടിയാണ്. പക്ഷേ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുകയാണ്. അതവിടെ നിന്നോട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കണ്ടകശനിയുടെ കാലമെന്ന്. അതൊക്കെ കഴിയും. നിങ്ങൾ രക്ഷപ്പെടും. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യ സമ്പന്നതയിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ മകരക്കൂറുകാരാണ്. ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ മകരക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. ആഗ്രഹിച്ച ബ്രാൻഡിലുള്ള ഒരു വലിയ വാഹനം ഈ വർഷം നിങ്ങൾ വാങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഒരു VIP പോലെ ജീവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും. നല്ല ഉദ്യോഗം ലഭിക്കും. വലിയ വലിയ കമ്പനികളിൽ നിന്നും ഓഫർ ലെറ്ററൊക്കെ ലഭിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിമറിയുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് തെളിയുന്നു. അടുത്ത നക്ഷത്രം മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാർ തന്നെയാണ്. നിങ്ങൾക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം. പ്രതിസന്ധികൾ അവസാനിക്കുന്ന കാലഘട്ടം. ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. കുടുംബസ്വത്ത് ലഭിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു വസ്തു വാങ്ങി, വീട് വാങ്ങി
അല്ലെങ്കിൽ അവിടെ ഒരു പണി തുടങ്ങി വലിയൊരു കൊട്ടാരം പണിയുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ട്. വടക്ക് ദർശനമുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം നൽകുന്നതാണ്. വടക്ക് ദർശനമുള്ള വസ്തുക്കൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം തരും. അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുകൂല സമയമാണ്, ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്ന കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നിൽക്കുന്നവർക്ക്, ജർമ്മനിയിലും ഒക്കെ നിൽക്കുന്നവർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. ഈ വിഷു നിങ്ങളെ കോടീശ്വര യോഗത്തിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾ മറക്കേണ്ട, ക്ഷേത്ര ദർശനം നടത്തണം. ഏതൊക്കെ ക്ഷേത്രത്തിലെന്ന് ഞാൻ പറയാം, അവസാനം പറയാം. അടുത്ത നക്ഷത്ര ജാതകർ മേടരാശിക്കാരാണ്. മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഒരു വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കും. വലിയൊരു ബംഗ്ലാവോ അല്ലെങ്കിൽ വലിയൊരു ഫ്ലാറ്റോ ഒക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ടാകും. വന്നു ചേരുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള വരുമാനമാണ്. നിങ്ങളെ അത് വലിയ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും, ഉറപ്പാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ് ഇത്. നിങ്ങൾ ആത്മീയ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നക്ഷത്രഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴേ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു വിഷുകാലം ആശംസിക്കുന്നു. പോകേണ്ട ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലുമാണ്. പോകണം, വഴിപാടുകൾ അർപ്പിക്കണം. യഥാശക്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകൂ. ഭാഗ്യം നിങ്ങളെ കനിയും. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഉറപ്പാണ്, സത്യമാണ്.